ഇത് കൂമ്പാറ. പേരുപോലെ തന്നെ പരുപരുത്ത പാറക്കൂട്ടങ്ങൾ, ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ഇടയിലൂടെ കാണുന്ന നനുത്ത പച്ചപ്പ്, ചിതറിയൊഴുകുന്ന കൂമ്പാറപ്പുഴ. മഴക്കാലമായാൽ പുഴ രൗദ്രമാകും. വേനൽ വറുതിയിൽ വെള്ളിപ്പാദസ്വരം പോലെ നേർത്തൊഴുകും. ഇതാണ് കൂമ്പൻ പാറയെന്ന നാമം ലോപിച്ച് കൂമ്പാറയായി മാറിയ ദേശം. ഓരോ ദേശവും അനുഗ്രഹിക്കപ്പെടുന്നത് ആ ദേശത്തിൻ്റെ പ്രത്യേകത കൊണ്ട് മാത്രമല്ല, മറിച്ച് ചില പ്രത്യേക വ്യക്തികളെ മുൻനിർത്തിക്കൊണ്ടുകൂടിയാണ്. വിശ്വമാനവികതയുടെ മടിത്തട്ടിൽ മയങ്ങുന്ന ഈ ഗ്രാമം പ്രാർത്ഥനയും പരിത്യാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. വിശുദ്ധിയുടെ വാതായനങ്ങൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ അതിവിടെയാണ്. സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും കൈക്കുമ്പിളിൽ ആത്മീയ ശക്തി പകരുന്ന സുഹൃതം കൊണ്ട് സഹജീവികളെ നെഞ്ചോട് ചേർക്കുന്ന സ്വർഗീയതയുടെ വരദാനം. മലയോര കുടിയേറ്റ ജനതയുടെ കൈക്കരുത്തും മെയ്ക്കരുത്തും കൊണ്ട് സമ്പന്നമാണിവിടം. ഈ സമ്പന്നതയ്ക്ക് പിന്നിൽ ഒരു പറ്റം ആധ്യാത്മിക ജീവിതങ്ങളുടെ ജ്വലിക്കുന്ന തപശക്തിയുണ്ട്, പ്രാർത്ഥനയുടെ പാരമ്യതയുണ്ട്. അതിൻ്റെ ശക്തമായ തെളിവാണ് ഈ ആവിലാഗിരി ആശ്രമവും വിശുദ്ധ അമ്മ ത്രേസ്യയുടെ നാമധേയത്തിലുള്ള ഈ പള്ളിയും. നിഷ്പാദിക കർമ്മലീത്ത സന്യസ്തർക്ക് വേണ്ടി മലബാർ പ്രോവിൻസിന്റെ പ്രഥമ സംരംഭം ആരംഭിക്കുന്നതിന് അന്നത്തെ സഭയുടെ അധികാരികളായിരുന്ന ആത്മീയ ഗുരുക്കന്മാർ കണ്ടെത്തിയത് ഈ പ്രദേശമായിരുന്നു. ജപമാല സൂക്തികൾ ഉരുക്കഴിച്ച് സർവസംഘ പരിത്യാഗിയായി കഴിഞ്ഞ പുണ്യശ്ലോകൻ പ്രിയ ബഹുമാനപ്പെട്ട ബർത്തോൾഡ് കന്നിപ്പള്ളി അച്ഛൻ 1970 ഇവിടെ വരികയും അന്നത്തെ പുഷ്പഗിരി ചെറുപുഷ്പ ദേവാലയത്തിന്റെ പ്രഥമ വികാരിയായിരുന്ന പ്രിയ ബഹുമാനപ്പെട്ട തോമസ് തൈത്തോട്ടത്തിൽ അച്ഛനെ കാണുകയും അദ്ദേഹവുമായി സഹകരിച്ച് ഇവിടെ 50 ഏക്കർ സ്ഥലം വാങ്ങുകയും ചെയ്തു. കറുത്ത ലോഹ ധരിക്കുന്ന വൈദികരെ ഈ നാട്ടുകാർ കാണുന്നത് അന്നു മുതലാണ്. അന്നിവിടെ സ്ഥലമെടുക്കുമ്പോൾ വികസനങ്ങളൊന്നും ഇവിടേക്ക് കടന്നു വന്നിരുന്നില്ല. കേവലം ഒരു ഓണം കേറാമൂലയായിരുന്ന ഇവിടം വളരെ പെട്ടെന്നായിരുന്നു അഭ്യുന്നതിയുടെ പടവുകൾ താണ്ടിയത്. അന്ന് ഇതൊരു കുന്നിൻപുറമായിരുന്നതിനാൽ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ഇതിനേക്കാൾ നല്ലൊരു സ്ഥലമില്ലെന്ന് കണ്ട ബർത്തോൾഡച്ചൻ ഈ കുന്നിൻ മുകൾ തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. നിഷ്പാദിക കർമ്മലീത്ത സഭയുടെ സ്ഥാപകയായ വിശുദ്ധ അമ്മ ത്രേസ്യയെ ധ്യാനിച്ചുകൊണ്ട് തന്റെ അരപ്പട്ടയിൽ തൂങ്ങിക്കിടക്കുന്ന ജപമാലയിൽ തന്റെ വിരൽ സ്പർശമേറ്റപ്പോൾ അമ്മ വെളിപ്പെടുത്തിയ നാമധേയമാണ് ആവിലാഗിരി. 1971 ആവിലാഗിരി ആശ്രമം രൂപീകൃതമായത്. അന്നത്തെ പ്രഥമ സുപ്പീരിയറായിരുന്ന ഫാദർ ബോനിഫസ് സോസിയഡി അച്ഛനെ ഞങ്ങൾ പ്രത്യേകം സ്മരിക്കുന്നു. ഓർഡർ ഓഫ് ദി ഡിസ്കാസ്റ്റ് കാർമലൈറ്റ്സ് അഥവാ കർമ്മലീത്ത അച്ഛന്മാർ അങ്ങനെ ഈ നാടിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗമായി. 1972 മാർച്ച് മാസം 28 അന്നത്തെ പ്രൊവിൻഷ്യലായിരുന്ന എഫ്രൈം അച്ഛൻ്റെ തീക്ഷ്ണമായ പ്രാർത്ഥനയായിരുന്നു ഇന്ന് കാണുന്ന ഈ മനോഹരമായ പ്രാർത്ഥനാലയത്തിൻ്റെ മൂലക്കല്ല്. 1974 ഡിസംബർ 27 അന്ന് നിലനിന്നിരുന്ന ആ ചെറിയ കെട്ടിടത്തിൽ മലബാറിന്റെ മോസസായ അഭിവന്ദ്യ വള്ളോപ്പള്ളി പിതാവ് കൂദാശ ചെയ്ത് ദിവ്യബലി അർപ്പിച്ച ആ ഒറ്റമുറിയാണ് പിൽക്കാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന മനോഹരമായ ഈ പള്ളിയായി മാറിയത്. തുടർന്നിങ്ങോട്ട് മാറി മാറി വന്ന ആവിലാഗിരി ശ്രേഷ്ഠന്മാർ നിരവധിയാണ്. ഈ നാടിൻ്റെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് ഊടും പാവം നൽകിയവരിൽ പ്രധാനികളായിരുന്ന തദേവൂസ് അച്ഛൻ, ബൊനവെഞ്ചർ അച്ഛൻ, ജോസഫ് മേരി അച്ഛൻ തുടങ്ങിയവരെ ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുന്നു. അന്നത്തെ കഷ്ടതകളിൽ നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത ഈ നാട്ടിലെ പാവപ്പെട്ടവരെ അനുഗ്രഹിക്കാൻ മേലെ കൂമ്പാറയിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിൻ്റെ കപ്പേള സ്ഥാപിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. അനേകർക്ക് അത്ഭുതങ്ങൾ ചൊരിഞ്ഞ യൗസേ പിതാവിൻ്റെ തിരുസ്വരൂപമാണ് ഈ കപ്പേളയിലെ പ്രധാന പ്രതിഷ്ഠ. പിന്നീട് ഇങ്ങോട്ട് വികസനത്തിൻ്റെ ഒരു പടയോട്ടം തന്നെയായിരുന്നു. കായിക മേഖലയിൽ പ്രാവീണ്യം തെളിയിക്കുവാൻ ആർക്കും പരിശീലനം നേടാവുന്ന വോളിബോൾ കോർട്ട്, ബസ് സ്റ്റാൻഡ്, പോസ്റ്റ് ഓഫീസ്, റേഷൻ കട, ടെലിഫോൺ എക്സ്ചേഞ്ച്, MSMI സിസ്റ്റേഴ്സിൻ്റെ ആശുപത്രി, മഠം, KSRTC പാർപ്പിടം, ആശ്രമം കോളനി തുടങ്ങി കൂമ്പാറയുടെ അതിസൂക്ഷ്മമായ വിജയങ്ങൾക്ക് പോലും ആവിലാഗിരിയുടെ കൈമുദ്രയുണ്ട്. ഈ വിജയങ്ങൾക്കെല്ലാം ആത്മീയ നേതൃത്വം നൽകിയ വൈദികർ നിരവധിയാണ്. മൺമറഞ്ഞവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഇന്നും ഈ നാട്ടുകാർ ഓർമ്മിക്കുന്നു.
50 ആണ്ടിൻ്റെ ഈ മഹനീയ വേളയിലും ഒരു മയിൽപീലി തണ്ട് പോലെ മനസ്സിൽ സൂക്ഷിക്കുന്നു. ആ ആത്മീയ ഉന്നതിക്ക് മുന്നിൽ ഞങ്ങളുടെ സാഷ്ടാംഗ പ്രണാമം.